നമസ്കാരം. വചന സമീക്ഷയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്നത്തെ വിചിന്തനത്തിനായുള്ള തിരുവചന ഭാഗം സങ്കീർത്തനങ്ങൾ 121 അധ്യായം 2 വാക്യം. എൻ്റെ സഹായം ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടിച്ച യഹോവയിൽ നിന്ന് വരുന്നു. നമ്മുടെയൊക്കെ ജീവിതത്തിൽ പലരും നമ്മളോട് ചോദിച്ചിട്ടുണ്ട്, നിന്നെ സഹായിച്ചത് ആരാണ്, നിന്നെ ആരെങ്കിലും സഹായിച്ചോ എന്നുള്ളത്. ഒരു കാര്യം വളരെ മനോഹരമായിട്ട് നമ്മൾ അവതരിപ്പിക്കുമ്പോഴും അല്ലെങ്കിൽ ചെയ്യുമ്പോഴും ഒരുപക്ഷെ മറ്റുള്ളവരുടെ പ്രശംസ നമുക്ക് പിടിച്ചു പറ്റാനാകുമ്പോഴും ഒക്കെ ഉരുവാകുന്ന ഒരു ചോദ്യമാണ്, നിന്നെ ആരെങ്കിലും സപ്പോർട്ട് ചെയ്തോ, നിന്നെ ആരെങ്കിലും സഹായിച്ചോ എന്നുള്ളത്. അപ്പോഴൊക്കെയും ഒരുപക്ഷെ നാം പലപ്പോഴും നമ്മുടെ കൂടെയുള്ള പലരുടെയും പേരുകൾ പറഞ്ഞിട്ടുണ്ടാകാം, നമ്മളെ സഹായിച്ചവരും നമ്മെ സപ്പോർട്ട് ചെയ്തിട്ടുള്ളവരും ആയിട്ടുള്ള വ്യക്തികളെ. അല്ലെങ്കിൽ ഒരു പരിപാടിയുടെ ഏറ്റവും അവസാനത്തിൽ നന്ദി പറയുമ്പോഴെങ്കിലും നമ്മൾ അവരെക്കുറിച്ച് ഓർത്തിട്ടുണ്ടാകാം, ചിന്തിച്ചിട്ടുണ്ടാകാം, പറഞ്ഞിട്ടുണ്ടാകാം. പക്ഷേ എപ്പോഴൊക്കെയാണ് നാം യഥാർത്ഥത്തിൽ ചിന്തിച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ ഇപ്രകാരം ചിന്തിച്ചിട്ടുള്ളത്, എന്നെ സഹായിച്ചത് എൻ്റെ ഈശോയാണ്, എൻ്റെ യഹോവയാണ്. ഞാൻ എത്ര തന്നെ ഒരുങ്ങിയിരുന്നെന്നാലും അല്ലെങ്കിൽ എന്നെ മറ്റുള്ളവർ എത്ര തന്നെ സഹായിച്ചെന്നാലും ആ നിമിഷത്തിൽ ഏറ്റവും മനോഹരമായി അത് ചെയ്യുവാൻ ആ സമയം എന്നെ സഹായിച്ചത് എൻ്റെ തമ്പുരാനാണ്, എൻ്റെ കർത്താവാണ്. അങ്ങനെയെങ്കിൽ എപ്പോഴും ആദ്യത്തെ സ്തുതിയും ആദ്യത്തെ നന്ദിയും ഒക്കെ അറിയിക്കേണ്ടത് ആർക്കാണ്? ദൈവത്തിന് മുൻപിൽ, ദൈവത്തിന് വേണ്ടി മാത്രം. അതിനുശേഷം മാത്രമേ ദൈവത്തിൻ്റെ സൃഷ്ടികളായ നമുക്ക് പ്രിയപ്പെട്ട മനുഷ്യന്മാർ പോലും വരികയുള്ളൂ. അങ്ങനെയെങ്കിൽ എൻ്റെ സഹായമാകുന്ന ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടിച്ച യഹോവയെ നിരന്തരം കുമ്പിട്ടുകൊണ്ട് സ്തുതിക്കുവാൻ നമുക്കെല്ലാവർക്കും സാധിക്കട്ടെ. അതിന് ഈ വചനം നമ്മെ പരിപോഷിപ്പിക്കട്ടെ. വചന സമീക്ഷയുടെ ഈ അധ്യായത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ലോകപ്രശസ്ത എഴുത്തുകാരനായ ബ്രസീലിയൻ എഴുത്തുകാരനായ പൗലോ കൊയ്ലോയുടെ ഒരു പ്രശസ്തമായ കഥയുണ്ട്, എണ്ണ നിറച്ച കരണ്ടി. ഒരിക്കൽ ഒരു ചെറുപ്പക്കാരൻ അവൻ സന്തോഷം ആഗ്രഹിച്ചുകൊണ്ട് ലോകം മുഴുവനിലേക്കും യാത്ര ചെയ്യുകയാണ്. പല ദേശങ്ങളും പല നാടുകളും അവൻ കയറിയിറങ്ങി. പക്ഷേ ഈ സന്തോഷം എന്താണെന്ന് മാത്രം അവന് മനസ്സിലാകുന്നില്ല. അങ്ങനെ ഇരിക്കെ അവൻ ഒരു വൃദ്ധയുടെ അടുത്തേക്ക് പോവുകയാണ്. ആ വൃദ്ധനാകട്ടെ ഇപ്രകാരം പറയുന്നുണ്ട്, നീ സന്തോഷത്തിൻ്റെ രഹസ്യം അറിയാൻ ആഗ്രഹിക്കുന്നു എന്നുണ്ടെങ്കിൽ ഉടനെ തന്നെ ഞാൻ പറയുന്ന ഒരു സന്യാസിയുണ്ട്, അദ്ദേഹത്തെ കാണുക. അങ്ങനെ ഈ വൃദ്ധയുടെ ആവശ്യപ്രകാരം അല്ലെങ്കിൽ നിർദ്ദേശപ്രകാരം ഈ ചെറുപ്പക്കാരൻ യാത്ര തിരിക്കുകയാണ് സന്തോഷം തേടി. ഒരുപാട് നാളുകൾ മരുഭൂമിയിലൂടെ യാത്ര ചെയ്തു, ഒരുപാട് നാളുകൾ വനാന്തരങ്ങളിലൂടെ യാത്ര ചെയ്തു. അങ്ങനെ കുന്നിൻ മുകളിലുള്ള വലിയൊരു കൊട്ടാരത്തിലേക്ക് എത്തുകയാണ് സന്തോഷം തേടി. ആ പോകുന്ന വഴിയിൽ കൊട്ടാരത്തിന് സമീപത്തായിട്ടുള്ള ചെറിയ ഒരു ആശ്രമത്തിലാണ് ഈ സന്യാസി ഇരിക്കുന്നത്. അങ്ങനെ സന്യാസിയുടെ പക്കലേക്ക് എത്തുകയാണ്. അതിനുശേഷം ഈ ചോദ്യവും ചോദിക്കാൻ ആഗ്രഹിക്കുന്നു. എന്നാൽ സന്യാസിയെ അവിടെ കാണാൻ സാധിച്ചില്ല. സന്യാസിയെ കാത്ത് അവനിരിക്കുന്നു. തുടർന്ന് സന്യാസി കടന്നു വരുമ്പോൾ എപ്രകാരമായിരിക്കാം അവരുടെ സംഭാഷണങ്ങൾ നീണ്ടു പോയിട്ടുണ്ടാവുക, ഒടുവിൽ അവന് സന്തോഷം കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ടാകുമോ എന്നുള്ള ചോദ്യങ്ങൾക്കുള്ള ഉത്തരം ബാക്കി കഥയിലുണ്ട്. കഥ നമുക്ക് കേൾക്കാം. അതിനു മുൻപായി നമ്മുടെ ഒന്നാമത്തെ കോളറിലേക്ക് പോയി വരാം. നമസ്കാരം, വചന സമീക്ഷയിലേക്ക് സ്വാഗതം. ആരാണ്? അന്ന എന്ത് ചെയ്യുവാ? പഠിക്കുന്നു. എത്രാം ക്ലാസ്സിലാ മോളെ? 4. മോളുടെ വീട്ടിൽ ആരൊക്കെയുണ്ട്? ചേട്ടൻ, അമ്മ, പപ്പ. എല്ലാരും സുഖമായിട്ടിരിക്കുന്നോ? മോളുടെ വീട് എവിടാ? കാട്ടാക്കട. ഓക്കെ. അപ്പൊ മോളെ അറിയാലോ, നമുക്ക് വചന സമീക്ഷയിൽ 4 ചോദ്യങ്ങളായിരിക്കും ഉണ്ടാവുക. അപ്പൊ നമുക്ക് ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. ചോദ്യം ഇതാണ്, യഹോവ ആരോടാണ് ഇറങ്ങി വന്ന് പൊടിയിലിരിക്കുവാൻ പറയുന്നത്? ബാബിലോൺ പുത്രിയായ കന്യകയോട്. ശരി ഉത്തരമാണ്. കൺഗ്രാറ്റുലേഷൻസ്. ഉത്തരം ഇങ്ങനെയാണ്, ബാബിലോൺ പുത്രിയായ കന്യകയോട്. നമുക്ക് രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. ചോദ്യം ഇതാണ്, കൽദയ പുത്രിക്ക് എന്താണ് സംഭവിക്കുന്നത്? സിംഹാസനം ഇല്ലാതെയാകുന്നു. സംശയമൊന്നുമില്ലല്ലോ? ഇല്ല. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ശരി ഉത്തരമാണ്. കൺഗ്രാറ്റുലേഷൻസ്. ഉത്തരം ഇങ്ങനെയാണ്, സിംഹാസനം ഇല്ലാതാകുന്നു. ഓക്കെ മോളെ, ഇപ്പൊ 2 ചോദ്യങ്ങൾ ശരി ഉത്തരം പറഞ്ഞല്ലോ. അതെ.
ഓക്കെ, അപ്പൊ നമുക്ക് മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. അതിന് മുൻപായിട്ടൊരു കാര്യം ചോദിക്കട്ടെ. ഓ മോള് പാട്ടൊക്കെ പാടാറുണ്ടോ? പാടാറുണ്ട്. എന്നാ ഒരു പാട്ട് പാടാവോ? ഓ ആ, പാടിക്കോ. ഇത്രയിലെന്നെ ഇത്ര സ്നേഹിപ്പാൻ എന്തോ ഞാനപ്പനേ നിന്റെ ഉദ്ധാരണത്തെ ഞാനോത്തുതീരം പ്രതി സന്തോഷിക്കുന്നത്യന്തം നിന്റെ ഉദ്ധാരണത്തെ ഞാനോർത്തുതീരം പ്രതി സന്തോഷിക്കുന്നത്യന്തം. നന്നായിട്ട് പാടി കേട്ടോ അന്നക്കുട്ടി. ഉം. പള്ളിയിലൊക്കെ പാടാറുണ്ടോ? കൊയറിലൊക്കെ ഉണ്ടോ? ഓ മത്സരങ്ങളൊക്കെ പോവാറുണ്ടോ? പാട്ട് കോമ്പറ്റീഷനൊക്കെ? ഓ പോകാറുണ്ട്. അപ്പൊ നല്ല പാട്ടുകാരിയാണ് ചുരുക്കി പറഞ്ഞ. ഉം. ഓക്കെ, അപ്പൊ നന്നായിട്ട് ഇനിയും ഒരുപാട് പാട്ടുകളൊക്കെ പാടാൻ പറ്റട്ടെ കേട്ടോ. ഞങ്ങൾ പ്രാർത്ഥിക്കാം. ഓക്കെ, താങ്ക് യു. അപ്പൊ നമുക്ക് മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് പോയാലോ? പോകാം. ഓക്കെ, അപ്പോ മൂന്നാമത്തെ ചോദ്യം ഇതാണ്. കൽദയ പുത്രിയെ ഇനി ഒരിക്കലും എന്ത് വിളിക്കുകയില്ല എന്നാണ് പറഞ്ഞത്? തമ്മങ്കി എന്നും മൃദുഗാത്രി എന്നും. ഇച്ചിരി കടുപ്പമുള്ള വാക്കുകളാ, പക്ഷെ ഭയങ്കര സിമ്പിൾ ആയിട്ട് പറഞ്ഞു. ശരി ഉത്തരമാണ്. കൺഗ്രാറ്റുലേഷൻസ്. താങ്ക് യു. അതിന്റെ ഉത്തരം ഇങ്ങനെയാണ്: തന്നുവങ്കി എന്നും മൃദുഗാത്രി എന്നും. ഓക്കെ, അപ്പൊ അന്ന മോളെ ബൈബിളൊക്കെ വായിക്കാറുണ്ടോ? ഓ ബൈബിളിൽ ഏതൊക്കെ പുസ്തകങ്ങൾ വായിച്ചിട്ടുണ്ട് മുഴുവന്? 1 ശമൂവേൽ, എസ്തർ, രൂത്ത്, സദൃശവാക്യം, പിന്നെ പുതിയ നിയമം മുഴുവൻ വായിച്ചിട്ടുണ്ട്. അത്രയും ബൈബിളൊക്കെ വായിച്ചിട്ടുണ്ടല്ലേ 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുഞ്ഞ്. വലിയ മാതൃക കേട്ടോ എല്ലാവർക്കും. ചേട്ടനൊക്കെ വായിക്കാറുണ്ടോ കൂടെ ഇരുന്ന്? ഓക്കെ, അപ്പൊ ഇനിയും ഒരുപാട് ബൈബിള് ഫുള്ളായിട്ട് മുഴുവനായിട്ട് വായിക്കാനൊക്കെ പറ്റട്ടെ കേട്ടോ. ഇത്രയും വായിച്ചതിൽ ഇഷ്ടപ്പെട്ട ആരെങ്കിലും ഉണ്ടോ? കഥാപാത്രം ഏതെങ്കിലും ഉണ്ടോ? ആരെ ഇഷ്ടപ്പെട്ട ഏറ്റവും? എസ്തറിനെയാണോ ഇഷ്ടപ്പെട്ടെ? അതെന്തുകൊണ്ടാ? എസ്തർ നന്നായിട്ട് പ്രാർത്ഥിക്കായിരുന്നു, പിന്നെ യഹോവ അവളോട് കൂടെ ഉണ്ടായിരുന്നു. ഓക്കെ, എസ്തർ നന്നായിട്ട് പ്രാർത്ഥിക്കുന്നത് കൊണ്ടും യഹോവ എപ്പോഴും എസ്തറിന്റെ കൂടെ ഉണ്ടായിരുന്നത് കൊണ്ടും എസ്തറിനെ ഇഷ്ടമാ അല്ലേ? അതെ. അപ്പൊ എസ്തറിനെ പോലെ എന്താ പറയാ, എപ്പോഴും യഹോവയുടെ ഈശോയുടെ ഒക്കെ കൃപ, ഒരു സാന്നിധ്യം ഒക്കെ അറിയാൻ അന്നക്കുട്ടിക്ക് പറ്റട്ടെ കേട്ടോ. ഓക്കെ, നമുക്ക് അവസാനത്തെ ചോദ്യത്തിലേക്ക് പോകാം. ചോദ്യം ഇതാണ്: ഇസ്രായേലിന്റെ വീണ്ടെടുപ്പുകാരൻ ആരാണ്? സൈന്യങ്ങളുടെ യഹോവ. വളരെ ശരി ഉത്തരം. കൺഗ്രാറ്റുലേഷൻസ്. താങ്ക് യു. ഉത്തരം ഇങ്ങനെയാണ്: സൈന്യങ്ങളുടെ യഹോവ. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മുടെ അന്ന 4 ചോദ്യങ്ങൾക്കും ശരി ഉത്തരം നൽകിയിട്ടുണ്ട്. വലിയൊരു കൈയടി കേട്ടോ. ഓക്കെ മോളെ, അപ്പൊ ഇനിയും വിളിക്കുക വചന സമീക്ഷയിലേക്ക്. ഓക്കെ കുഞ്ഞ, താങ്ക് യു സോ മച്ച്. അപ്പോൾ അന്നയായിരുന്നു നമ്മളോടൊപ്പം കോളിൽ ഉണ്ടായിരുന്നത്. ഒരു കുഞ്ഞു മകളാണ്, നന്നായിട്ട് പ്രാർത്ഥിക്കുകയും ബൈബിൾ വായിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു കുഞ്ഞാണ്. അപ്പോൾ കുഞ്ഞിൻ്റെ പഠന മേഖലയും കുടുംബത്തെയൊക്കെ നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. അന്നയെപ്പോലെ ഒരുപാട് കുഞ്ഞുങ്ങളുണ്ട്, അവർക്ക് എല്ലാവർക്കും പഠിക്കാനുള്ളൊരു വലിയ അനുഗ്രഹം, വളർന്നു വരുന്നൊരു തലമുറ നല്ല അല്ലെങ്കിൽ പഠന മേഖലയിൽ വിജയം കൈവരിക്കുന്നവരായിട്ട് കടന്നു വരാനുള്ളൊരു കൃപ ഒരു തലമുറയ്ക്ക് നൽകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് നമ്മുടെ കഥയിലേക്ക് കൂടി മടങ്ങി വരാം. അങ്ങനെ ഈ സന്യാസിയുടെ അടുത്തേക്ക് പോവുകയാണ്. സന്യാസിയുടെ വരവും കാത്തിരിക്കുന്ന ചെറുപ്പക്കാരൻ്റെ അടുത്തേക്ക് കുറേ സമയത്തിന് ശേഷം സന്യാസി വരുന്നു. അപ്പോൾ ഈ ചെറുപ്പക്കാരൻ കുമ്പിട്ട് വണങ്ങിക്കൊണ്ട് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്: ഞാൻ സന്തോഷം തേടിയുള്ള ഒരു യാത്രയിലാണ്. അപ്പോൾ എവിടെയാണ് സന്തോഷം, എന്താണ് സന്തോഷം എന്നുള്ളതിന് മറുപടി എനിക്ക് നൽകാമോ എന്നുള്ളത്. അപ്പോൾ ഈ സന്യാസി ഒരു എണ്ണ നിറച്ച കരണ്ടി ഈ ചെറുപ്പക്കാരൻ്റെ കയ്യിലേക്ക് കൊടുക്കുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്: ഇത് വളരെ മനോഹരമായിട്ടുള്ള ഒരു കൊട്ടാരമാണ് എൻ്റെ ഈ കുടിലിൻ്റെ അപ്പുറത്തായിട്ട് അല്ലെങ്കിൽ തൊട്ടടുത്തായിട്ട് ഉള്ളത്. ഈ എണ്ണ നിറച്ച കരണ്ടി, 2 തുള്ളി എണ്ണ നിറച്ച ഈ ഒരു കരണ്ടിയും കൊണ്ട് നീ ഈ കൊട്ടാരം മുഴുവനും ചുറ്റി സഞ്ചരിക്കുക. പടിക്കെട്ടുകൾ ഓരോന്നും കയറി നീ കടന്നു വരിക. ഈ പടിക്കെട്ടുകൾ കയറി അല്ലെങ്കിൽ ഇതിൻ്റെ വിശാലമായിട്ടുള്ള അകത്തളങ്ങളിലൂടെ യാത്ര ചെയ്ത് മടങ്ങി നീ ഈ കുടിലിലേക്ക് തന്നെ വരിക എന്നുള്ളത്. അങ്ങനെ അവൻ യാത്ര തിരിക്കുകയാണ്. അവൻ ഏറെ ശ്രദ്ധയോടുകൂടി സൂക്ഷ്മതയോടുകൂടി ആ കരണ്ടിയിൽ നിന്നും
ഈ എണ്ണ താഴെ പോകാതെ അത് പിടിച്ചുകൊണ്ട് തന്നെ നടക്കുകയാണ്. പടിക്കെട്ടുകൾ കയറുന്നതോ അകത്തളങ്ങൾ പിന്നിടുന്നതോ ഒന്നും അവൻ അറിയുന്നില്ല. അവൻ ശ്രദ്ധ മുഴുവനും കൊടുത്തത് കയ്യിലെ കരണ്ടിയിലേക്കായിരുന്നു. അങ്ങനെ അവൻ തിരിച്ചെത്തുകയാണ്. ഈ സന്യാസി ചോദിക്കുമ്പോൾ എണ്ണ എവിടെയെന്ന് ചോദിക്കുമ്പോൾ എണ്ണ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഈ സന്യാസി ഇങ്ങനെ പറയുന്നുണ്ട്, നീ കയറിയ ആ പ്രധാന കവാടത്തിന് മുൻപിലായിട്ട് വലിയൊരു ചിത്രപ്പണി ഉണ്ടായിരുന്നു. അത് പേർഷ്യയിൽ നിന്നും കൊണ്ടുവന്നതാണ്. എത്ര മനോഹരമായിട്ടുള്ളതാണ് അല്ലേ? അതുപോലെ തന്നെ നീ ആ മട്ടുപ്പാവിലേക്ക് കയറിയപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ആ വലിയ പക്ഷിയുടെ ശില്പം നീ കണ്ടില്ലായിരുന്നോ? അതും പുറത്തുനിന്ന് കൊണ്ടുവന്നതാണ്. അതും വളരെ മനോഹരമായിട്ടുള്ള ഒന്നാണ്. അതിൻ്റെ കണ്ണുകൾ പോലും നമ്മളോട് സംസാരിക്കുന്നതായിട്ട് തോന്നും. അതിനുശേഷം നീ കണ്ടിട്ടുണ്ടായിരുന്നു രണ്ടാമത്തെ നിലയിലേക്ക് കയറുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന കൈവരി, അത് പ്രധാനപ്പെട്ട അല്ലെങ്കിൽ വിശേഷമായിട്ടുള്ള ഒരു മരത്തടി കൊണ്ട് നിർമ്മിച്ചതാണ്. ഇങ്ങനെയൊക്കെ സന്യാസി ചോദിക്കുമ്പോഴും അതൊക്കെ കേട്ട് അത്ഭുതപ്പെട്ട് നിൽക്കാനേ ഇവന് സാധിച്ചിട്ടുള്ളൂ. കാരണം അവൻ അതൊന്നും ശ്രദ്ധിച്ചിട്ടില്ല. അവൻ്റെ ശ്രദ്ധ മുഴുവനും ഈ കയ്യിലുണ്ടായിരുന്ന എണ്ണ നിറച്ച കരണ്ടിയിലേക്കായിരുന്നു. അത് താഴെ പോകാതെയായിരുന്നു അവൻ സൂക്ഷിച്ച് നടന്നത്. അപ്പോൾ അവനിത് സന്യാസിയോട് തുറന്നു പറയുന്ന സമയത്ത് സന്യാസി പറയുന്നുണ്ട്, ശരി, നീ അതൊന്നും ശ്രദ്ധിച്ചില്ല എങ്കിൽ ഇപ്പോൾ ഞാൻ ഒരു കരണ്ടി കൂടെ തരികയാണ് എണ്ണ നിറച്ച്. അതുമായി നീ വീണ്ടും പോയി വരിക. അങ്ങനെ വീണ്ടും അവൻ യാത്ര തിരിക്കുന്നു. മടങ്ങി എത്തുമ്പോൾ എന്തായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക എന്നുള്ള കഥയിലേക്ക് നമുക്ക് വരാം. അതിനു മുൻപായി നമ്മുടെ രണ്ടാമത്തെ കോളിലേക്ക് പോകാം. നമസ്കാരം, വചന സമീക്ഷയിലേക്ക് സ്വാഗതം. ആരാണ്? എന്റെ പേര് സോണി എന്നാണ്. ഞാൻ പാവുക്കര എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്നാണ് വിളിക്കുന്നത്. അങ്കിൾ, വീട്ടിൽ ആരൊക്കെയുണ്ട്? വീട്ടില് പപ്പ, അമ്മ, പപ്പാടെ പെങ്ങളുണ്ട്. ഓക്കെ, സുഖമായിട്ടിരിക്കുന്നു എല്ലാരും? എല്ലാരും സുഖമായിട്ടിരിക്കുന്നു എന്നറിഞ്ഞതിൽ സന്തോഷം. മഴയൊക്കെ ഉണ്ടോ അവിടെ? എല്ലാരും സുഖമായിട്ടിരിക്കുന്നു. ഓക്കെ, എന്തോ? അവിടെ എല്ലാരും സുഖമായിട്ടിരിക്കുന്നു. അവിടെ മഴയൊക്കെ ഉണ്ടോ? ചെറുതായിട്ടില്ല, ഇന്ന് വലിയ മഴയില്ല, ഇന്നലെ ഉണ്ടായിരുന്നു. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ അങ്കിളെ അറിയാലോ, നമുക്ക് 4 ചോദ്യങ്ങളായിരിക്കും ഉണ്ടാവുക. നമുക്ക് ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് കയറിയാലോ? ഓക്കെ. അപ്പൊ സോണി അങ്കിളിന് വേണ്ടിയിട്ടുള്ള ഒന്നാമത്തെ ചോദ്യം ഇതാണ്: നീതിയോട് അകന്നിരിക്കുന്ന കഠിന ഹൃദയന്മാരോട് യഹോവ എന്താണ് ആവശ്യപ്പെടുന്നത്? യഹോവയുടെ വാക്ക് കേൾക്കുന്നതാണ് ശരി ഉത്തരം. കൺഗ്രാറ്റുലേഷൻസ്. ഉത്തരം ഇതാണ്, എന്റെ വാക്ക് കേൾക്കുവിൻ. അപ്പോ നമുക്ക് ഡയറക്ട്ലി രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. ചോദ്യം ഇതാണ്. ഓക്കെ, ദൈവം മനുഷ്യരെ എങ്ങനെയാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത്? വിശേഷിപ്പിച്ചിരിക്കുന്നത് സംശയമുണ്ടോ? കഠിന ഹൃദയന്മാര്. വളരെ ശരി ഉത്തരമാണ്. കൺഗ്രാറ്റുലേഷൻസ്. ഉത്തരം ഇങ്ങനെയാണ്: നീതിയോട് അകന്നിരിക്കുന്ന കഠിന ഹൃദയന്മാർ. 2 ചോദ്യങ്ങൾക്ക് നമുക്ക് ശരി ഉത്തരം നൽകിയിട്ടുണ്ട്, ശരി ഉത്തരം കിട്ടിയിട്ടുണ്ട്. അപ്പൊ അങ്ങനെയാണെങ്കിൽ അങ്കിളെ ഒരു പാട്ട് പാടാവോ? ഓക്കെ, പാടിക്കോളൂ. ഉലകമായ സ്നേഹഗായക ശ്രീയേശുനായക സത്യനായക മുക്തിദായക പുൽത്തൊഴുത്തിൻ ഉലകമായ സ്നേഹഗായക ശ്രീയേശുനായക. അങ്കിളെ അടിപൊളിയായിട്ട് പാടി, നല്ല സൗണ്ട് ആയിരുന്നു. വളരെ മനോഹരമായിരുന്നു കേട്ടോ, നന്നായിട്ട് പാടി. ഒരുപാട് പാട്ടുകൾ പാടാൻ പറ്റും കേട്ടോ, നല്ല സ്വരവാ. ഓക്കെ, നമുക്ക് എന്നാലും ഇതേ സന്തോഷത്തില് നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ചോദ്യം ഇതാണ്: യഹോവയുടെ നീതിയെ കുറിച്ച് എന്താണ് പറഞ്ഞിരിക്കുന്നത്? എന്താണ് പറഞ്ഞിരിക്കുന്നത്? അത് ദൂരമായിരിക്കുന്നില്ല, അത് താമസിക്കുകയുമില്ല,
അത് സിയോനും രക്ഷയും ഇസ്രായേലിന് മഹത്വം നൽകും. ഉം. പിന്നെ അത് അടുത്ത് വരുത്തിയിരിക്കുന്നു. ശരി ഉത്തരമാണ്. കൺഗ്രാറ്റുലേഷൻസ്. താങ്ക് യു. ഉത്തരം ഇങ്ങനെയാണ്: നീതിയെ അടുത്ത് വരുത്തിയിരിക്കുന്നു. എന്നിട്ട് ബാക്കി അങ്കിള് പറഞ്ഞതുപോലെ തന്നെയാണ് വചനം. ശരി. ഓക്കെ, നമുക്ക് ലാസ്റ്റത്തെ ക്വസ്റ്റ്യനിലേക്ക് കൂടി കയറാം. കേറാം. ചോദ്യം ഇതാണ്: രക്ഷയെ കുറിച്ച് യഹോവ പറഞ്ഞിരിക്കുന്നത് എന്താണ്? എന്റെ രക്ഷ താമസിക്കുന്നില്ല. ആ, ശരി ഉത്തരമാണത്. ശരി ഉത്തരമാണ്. കൺഗ്രാറ്റുലേഷൻസ്. ഓ, താങ്ക് യു. ഉത്തരം ഇങ്ങനെയാണ്: രക്ഷ താമസിക്കുകയില്ല. ഓക്കെ. അപ്പൊ അങ്കിളെ 4 ചോദ്യങ്ങൾക്കും വളരെ കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം നൽകിയിട്ടുണ്ട്. മനോഹരമായിട്ട് നമ്മുടെ ഇന്നത്തെ ഒരു എന്താ പറയാ, നമ്മുടെ ഒരു അധ്യായം തന്നെ വളരെ കളർഫുൾ ആക്കിയ രീതിക്ക് ഒരു വലിയ നന്നായിട്ടൊരു ഗാനം ആലപിച്ചിട്ടുണ്ട്. അപ്പോ ഇനി ഒരുപാട് കോളുകൾ അല്ലെങ്കിൽ വചന സമീക്ഷയിലേക്ക് വിളിക്കുവാനും ഒപ്പം നല്ല ഗാനങ്ങൾ ആലപിക്കാനും ഒക്കെ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കേട്ടോ. ഓക്കെ അങ്കിൾ, ഇനിയും വിളിക്കാം. താങ്ക് യു സോ മച്ച്. ഓക്കെ. സോണി അങ്കിളായിരുന്നു നമ്മളോടൊപ്പം കോളിൽ ഉണ്ടായിരുന്നത്. വളരെ മനോഹരമായിട്ടുള്ള, ആർക്ക് കേട്ടാലും ഇഷ്ടപ്പെടുന്ന രീതിക്ക് നല്ല സ്വരമാധുരിയിൽ നല്ലൊരു ഗാനമൊക്കെ ആലപിച്ചു. അപ്പോൾ അങ്കിളിനും അങ്ങളുടെ കുടുംബത്തിനും ഒക്കെ വേണ്ടിയിട്ട് നമുക്കും പ്രാർത്ഥിക്കാം. നമ്മുടെ കഥയിലേക്ക് നമുക്ക് മടങ്ങിയാലോ? അപ്പോൾ ആ കഥ നമ്മൾ എത്തി നിന്നത് രണ്ടാമത് ഒരു തവണ കൂടി എണ്ണ നിറച്ച കരണ്ടിയുമായിട്ട് ആ ഒരു കൊട്ടാരം ചുറ്റാൻ പോയ ചെറുപ്പക്കാരനിലാണ്. രണ്ടാമത്തെ സമയം അവൻ ചുറ്റി വന്ന് സന്യാസിയുടെ മുന്നിലേക്ക് വളരെയധികം സന്തോഷത്തോടെ നിൽക്കുകയാണ്. അപ്പോൾ ഈ സന്യാസി ചോദിക്കുന്നുണ്ട്, ഇപ്പോൾ ഞാൻ പറഞ്ഞ കാഴ്ചകളൊക്കെ നീ കണ്ടില്ലേ? അപ്പോൾ അവൻ വാചാലനായിട്ട് ഇങ്ങനെ പറയുന്നുണ്ട്, അതേ സന്യാസി, അല്ലയോ, ഞാൻ ഒരുപാട് കാഴ്ചകൾ കണ്ടു. എത്ര മനോഹരമാണ് ഈ കൊട്ടാരം, എന്തുമാത്രം ശില്പങ്ങളും എന്തുമാത്രം ശില്പികളുടെ കലാവിരുതുകളുമുള്ള ഒരു സ്ഥലമാണ്, ഇടമാണ് ഈ കൊട്ടാരം. അല്ലെങ്കിലും ആ ഉദ്യാനത്തിന് മുകളിലുള്ള ആ ഒരു പക്ഷിക്കൂട് പോലും എത്ര മനോഹരമായാണ് നിർമ്മിച്ചിരിക്കുന്നത്. ആ ഒരു ഛായാചിത്രം അങ്ങ് ഓർക്കുന്നില്ലേ? ഒരു നർത്തകിയുടെ ചിത്രം എന്നൊക്കെയുള്ള ഈ ഒരു ചെറുപ്പക്കാരനെ സന്യാസി ഏറെ കൗതുകത്തോടെ നോക്കുകയാണ്. എല്ലാം കഴിഞ്ഞതിന് ശേഷം ഈ സന്യാസി ചോദിക്കുന്നുണ്ട്, ഇനി നിന്റെ കയ്യിൽ രണ്ടാമത് ഞാൻ ഏൽപ്പിച്ച എണ്ണയും കരണ്ടിയും എന്നെ ഒന്ന് കാണിച്ചേ. അപ്പോഴാണ് അവൻ ഞെട്ടി അതിനെപ്പറ്റി പോലും ഓർക്കുന്നത്. അവൻ ആ കരണ്ടി പൊക്കി നോക്കിയപ്പോൾ അതിൽ ഒരു തുള്ളി എണ്ണ പോലും ഇല്ല. അതെല്ലാം പോയ വഴിക്ക് നഷ്ടമായി കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ആകട്ടെ ആ എണ്ണയില്ലാത്ത കരണ്ടി ആ സന്യാസിയുടെ കയ്യിലേക്ക് ഇവൻ ഏൽപ്പിക്കുകയാണ്. ഇത് കണ്ട് പുഞ്ചിരിച്ചുകൊണ്ട് സന്യാസി അവനോട് തുടർന്ന് സംസാരിക്കുന്നുണ്ട്. ആ ഒരു സംസാരത്തിൽ തന്നെ ഇവന് സന്തോഷത്തിന്റെ ഉറവിടം എന്താണെന്നും എങ്ങനെയാണ് സന്തോഷം കണ്ടെത്തേണ്ടത് എന്നുള്ളതിൻ്റെയും ഉത്തരം ലഭിക്കുന്നുണ്ട്. അപ്പോൾ ആ ഉത്തരത്തിലേക്കും ആ ഒരു മറുപടിയിലേക്കും നമുക്ക് മടങ്ങി വരാം. അതിനു മുൻപായി നമ്മുടെ ഇന്നത്തെ അവസാനത്തെ കോളിലേക്ക് കൂടി പോകാം. നമസ്കാരം, വചന സമീക്ഷയിലേക്ക് സ്വാഗതം. ആരാണ്? എന്റെ പേര് അനുരാഗ് എന്നാണ്. അനുരാഗ് എവിടെ നിന്ന് വിളിക്കുന്നു? അരുവിക്കര. അനുരാഗ് പഠിക്കുവാണോ ജോലി ചെയ്യുവാണോ? ഞാൻ ജോലി ചെയ്യുവാണ്. ഓക്കെ. വീട്ടിൽ ആരൊക്കെയുണ്ട്? വീട്ടിൽ അച്ഛൻ, അമ്മ, പിന്നെ ചേച്ചി, ചേച്ചിയുടെ 2 മക്കളും, ഹസ്ബൻഡ്. ഓക്കെ. അപ്പൊ എല്ലാരും കൂടെ ഉള്ളൊരു കൂട്ടുകുടുംബം അല്ലേ? അതെ. ഓക്കെ. അപ്പൊ അനുരാഗ് അറിയാലോ, നമുക്ക് 4 ചോദ്യങ്ങളായിരിക്കും ഉണ്ടാവുക. ഓക്കെ. അപ്പൊ അതില് ആദ്യത്തെ ചോദ്യം ചോദിക്കട്ടെ? ചോദിച്ചോളൂ. ഓക്കെ. ചോദ്യം ഇതാണ്: സൈന്യങ്ങളുടെ യഹോവ അറിയപ്പെടുന്നത് ഏത് പേരിലാണ്? സൈന്യങ്ങളുടെ യഹോവ അറിയപ്പെടുന്നത് ഏത് പേരിലാണ്? ഇസ്രായേലിന്റെ പരിശുദ്ധൻ. ശരി ഉത്തരമാണ്. കൺഗ്രാറ്റുലേഷൻസ്. താങ്ക് യു. ഓക്കെ. അനുരാഗ് ബൈബിളൊക്കെ വായിക്കാറുണ്ടോ? വായിക്കാറുണ്ട്. ഓക്കെ. അനുരാഗ് അപ്പൊ രണ്ടാമത്തെ ചോദ്യം ചോദിക്കുവാണേ. ചോദിച്ചോളൂ. ചോദ്യം ഇതാണ്: എന്ത് ആത്യന്തിക വിധിയാണ് ബാബിലോൺ സാമ്രാജ്യത്തിന് യഹോവ പ്രവചിച്ചത്? എന്ത് ആത്യന്തിക വിധിയാണ് ബാബിലോൺ സാമ്രാജ്യത്തിന് യഹോവ പ്രവചിച്ചത്? നിശബ്ദമായ അന്ധകാരത്തിലേക്ക് പോവുക, നീ ഇനിയും രാജ്യങ്ങളുടെ തമ്പുരാട്ടി എന്ന് വിളിക്കുകയില്ല. ശരി ഉത്തരമാണ്. കൺഗ്രാറ്റുലേഷൻസ്. താങ്ക് യു. ഉത്തരം ഇങ്ങനെയാണ്: നിശബ്ദയായി അന്ധകാരത്തിലേക്ക് പോകുക, നിന്നെ ഇനിയും രാജ്യങ്ങളുടെ തമ്പുരാട്ടി എന്ന് വിളിക്കുകയില്ല. ഓക്കെ. നമുക്ക് മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് പോയാലോ? പോകാം. ചോദ്യം ഇതാണ്: എന്തായിരുന്നു കൽദായർ അവരെ കുറിച്ച് അവര് തന്നെ കരുതിയിരുന്നത്?
എന്തായിരുന്നു കൽദായർ അവരെ കുറിച്ച് അവര് തന്നെ കരുതിയിരുന്നത്? ഞാൻ എന്നേക്കും തമ്പുരാട്ടി ആയിരിക്കും എന്നാണോ? ശരി ഉത്തരം. ഞാൻ എന്നേക്കും തമ്പുരാട്ടി ആയിരിക്കും. ശരി ഉത്തരം. കൺഗ്രാറ്റുലേഷൻസ്. താങ്ക് യു. ഓക്കെ, അപ്പൊ 3 ചോദ്യങ്ങൾ ശരി ഉത്തരം പറഞ്ഞല്ലോ. അതെ. ഓക്കെ, അനുരാഗ് ബൈബിളൊക്കെ വായിക്കാറുണ്ടല്ലോ? വായിക്കാറുണ്ട്. ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വചനം ഒന്ന് പറയാവോ? എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വചനം സങ്കീർത്തനം 91 അത്യുന്നതന്റെ സംരക്ഷണത്തിൽ വസിക്കുന്നവൻ സർവശക്തിയുടെ കണ്ണിൽ കഴിയുന്നു എന്നാണ് ബൈബിൾ വായിച്ചത്. ഓക്കെ, അതാണ് എനിക്ക് ഏറ്റവും മോശമായിട്ടും വളരെ തോന്നിയിട്ടുള്ളത്. അപ്പൊ നമുക്ക് 4ാമത്തെ ചോദ്യത്തിലേക്ക് പോയാലോ? പോകാം, തീർച്ചയായിട്ടും. ചോദ്യം ഇതാണ്, ബാബിലോൺ ആശ്രയിച്ചത് എന്തിലായിരുന്നു? അവരുടെ ദുഷ്ടതയിൽ. ശരി ഉത്തരമാണ്. കൺഗ്രാറ്റുലേഷൻസ്. താങ്ക് യു. അപ്പോ 4 ചോദ്യങ്ങൾക്കും അനുരാഗ് ശരി ഉത്തരം നൽകിയിട്ടുണ്ട്. നല്ലൊരു കയ്യടി നൽകുന്നു. ഇനിയും വചന സമീക്ഷയിലേക്ക് വിളിക്കാം കേട്ടോ. തീർച്ചയായും. ഓക്കെ, അപ്പൊ കുടുംബത്തിനും അനുരാഗിനും എല്ലാവിധ പ്രാർത്ഥനാശംസകളും നേരുന്നു. അപ്പോൾ അരുവിക്കരയിൽ നിന്നുള്ള അനുരാഗായിരുന്നു നമ്മളോടൊപ്പം കോളിൽ ഉണ്ടായിരുന്നത്. വലിയൊരു കുടുംബമായിട്ടൊക്കെ ജീവിക്കുന്ന ഒരു കുടുംബത്തിലെ അംഗം കൂടിയാണ്. അപ്പോൾ ആ കുടുംബത്തിന് വേണ്ടിയിട്ട്, കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ടൊക്കെ നമുക്ക് പ്രാർത്ഥിക്കാം. നല്ല അനുഗ്രഹങ്ങൾ ഉണ്ടാകട്ടെ. നമ്മുടെ കഥയുടെ അവസാനത്തിലേക്ക് കൂടി നമുക്ക് മടങ്ങി വന്ന് ഇന്നത്തെ അധ്യായം നമുക്ക് പൂർത്തിയാക്കാം. അപ്പോൾ സന്തോഷം തേടിപ്പോയ ആ ചെറുപ്പക്കാരൻ സന്യാസിയുടെ മുന്നിലേക്ക് ഒന്നും എണ്ണയില്ലാത്ത കരണ്ടിയുമായിട്ട് നിൽക്കുമ്പോൾ ഈ സന്യാസി പുഞ്ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട്, ആദ്യത്തെ തവണ നിന്റെ ശ്രദ്ധ മുഴുവനും ഈ കരണ്ടിയിലും എണ്ണയിലുമായിരുന്നു. നിനക്ക് ചുറ്റും നടക്കുന്നത് ഒന്നും കണ്ടിട്ടില്ല. എന്നാൽ 2ാമത്തെ തവണയാകട്ടെ ഞാൻ നിനക്ക് കാണാൻ നിഷേധിക്കപ്പെട്ട കാഴ്ചകളെല്ലാം ഒരിക്കൽ കൂടി കാണാൻ അവസരം തന്നു. അപ്പോഴാകട്ടെ സന്തോഷത്തോടെ നീ ഓടിച്ചാടിപ്പോയി അല്ലെങ്കിൽ ഓടിക്കയറി ഇറങ്ങി എല്ലാ കാഴ്ചകളും കണ്ട് എന്നോട് വാതോരാതെ സംസാരിച്ചു. പക്ഷെ അപ്പോഴേക്കും നിന്റെ കയ്യിലിരുന്ന എണ്ണ നിറച്ച കരണ്ടി എണ്ണ നഷ്ടമായും കഴിഞ്ഞു. ഇതിൽ നിന്ന് തന്നെ നിനക്ക് മനസ്സിലായില്ലേ എവിടെയാണ് സന്തോഷം എന്നുള്ളത്? നമ്മൾ പ്രതീക്ഷിക്കാത്ത നേരത്ത് അല്ലെങ്കിൽ നമ്മൾ പ്രതീക്ഷിക്കാത്തവ നമ്മുടെ ജീവിതത്തിലേക്ക് കിട്ടുമ്പോഴല്ലേ സന്തോഷം ലഭിക്കുക. പ്രത്യേകിച്ച് ആ ഒരു ചെറുപ്പക്കാരൻ, അവൻ ആദ്യം കാഴ്ചകൾ കാണാൻ ആഗ്രഹിച്ചില്ല. അവൻ്റെ ലക്ഷ്യത്തിലേക്ക് മാത്രം നോക്കിപ്പോയി, ചുറ്റുപാടുകളെ നോക്കിയില്ല, എന്നിലേക്ക് തന്നെ മാത്രമായി ഒതുങ്ങി. ആ കരണ്ടിയിലേക്കും എണ്ണയിലേക്കും മാത്രം ശ്രദ്ധ പോയപ്പോൾ അവനിലേക്ക് മാത്രം ചുരുങ്ങിയതായിട്ട് നമുക്കിവിടെ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. എന്നാൽ അതിലേക്ക് മാത്രം ശ്രദ്ധിക്കാതെ, അതിലും ശ്രദ്ധ കൊടുക്കാതെ തൻ്റെ ചുറ്റുപാടുകളിലേക്ക് നോക്കിയപ്പോഴാണ് അവന് സന്തോഷിക്കാനായത്. അങ്ങനെയെങ്കിൽ സന്തോഷത്തിൻ്റെ ഉറവിടം എന്നത് നമ്മുടെ ചുറ്റുപാടുകളിലാണ്, നമ്മുടെ ഉള്ളിലും നമ്മുടെ ചുറ്റുപാടുകളിലും നമ്മളായിരിക്കുന്ന ഇടങ്ങളിലുമാണ്. ഒരിക്കലും സന്തോഷം നമ്മളെ തേടി എത്തുകയല്ല, പിന്നെയോ നമ്മൾ കാത്തിരുന്ന് യാത്ര തിരിച്ച് ഇറങ്ങുമ്പോഴാണ് സന്തോഷം നമ്മുടെ അടുക്കിലേക്ക് വരിക. അങ്ങനെയെങ്കിൽ സന്തോഷം തേടിയുള്ള ആ ചെറുപ്പക്കാരൻ്റെ യാത്ര നമ്മുടെ ജീവിത യാത്രയെ മഹനീയമാക്കുന്നത് പോലെ അല്ലെങ്കിൽ മഹത്തരമാക്കുവാൻ സഹായിക്കുന്നത് പോലെ നമുക്കും സന്തോഷം തേടിയിറങ്ങാം. നമ്മുടെ ചുറ്റുപാടുകളിലേക്ക്, നമ്മുടെ ഒപ്പമുള്ളവരിലേക്ക്, നമ്മൾ കാണാത്ത, നമ്മൾ കേൾക്കാത്ത കാഴ്ചകളിലേക്കും അനുഭവങ്ങളിലേക്കും പുതിയ മേച്ചിൽപ്പുറങ്ങളിലേക്കും സന്തോഷത്തിൻ്റെ ഈ ജീവിതയാത്ര നമുക്ക് തുടർന്നുകൊണ്ടേയിരിക്കാം. വചന സമീക്ഷയുടെ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു. പുതിയൊരു അധ്യായത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.